വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്കൊപ്പം വിളമ്പാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് 200 ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് ചുരണ്ടിയെടുക്കാം. ശേഷം നമുക്ക് തിൻ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 12 ചെറിയുള്ളിയാണ്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനിയും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയും ബാലൻസ് വന്ന എണ്ണയിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ശേഷം സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ വറുത്തരച്ച് ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്താൽ ഇഞ്ചിക്കറിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ഇഞ്ചി വറുത്തെടുത്ത അതേ ഓയിലിൽ നിന്ന് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അരച്ചെടുത്ത ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിക്കറി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന പരുവത്തിൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.